ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പേപ്പർ ജ്വല്ലറീൻ്റെ വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഇതിൽ വൈറ്റ് സിമെൻറ്റ്, ടെറാക്കോട്ട അങ്ങനെ എല്ലാ ജ്വല്ലറി ആയിട്ടും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ പേപ്പർ ജ്വല്ലറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നോക്കുന്നത്. അതും ആ ഒരു ജ്വല്ലറി ഉണ്ടാക്കുന്ന പേപ്പർ കൊണ്ടല്ല, നമ്മൾ സാധാരണ ചാർട്ട് പേപ്പറും ഉണ്ട്. അത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു എക്സ്പെരിമെൻ്റ് പോലെയാണ് ചെയ്യുന്നത്. എന്നാൽ അത് സക്സസ് ആയിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതുപോലെ കോമ്പിനേഷൻ കളർ എന്താണെന്ന് വെച്ചാൽ കയ്യിലുള്ള പേപ്പർ എന്താ വെച്ചാൽ അത് എടുക്കുക. ഞാൻ ഇവിടെ ഒരു യെല്ലോ കളർ, ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് ഒരു ഗ്രീൻ ടൈപ്പാണ്, പക്ഷെ അത് യെല്ലോ, ലൈറ്റ് യെല്ലോ റെഡും ആണ്. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഗമ്മ്, ഒരു ബ്ലാക്ക് കളർ ത്രെഡ്, ആ ഒരു കമ്മലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, പിന്നെ റോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു ടൂള്, കത്രിക. അപ്പോൾ ഫസ്റ്റ് നമ്മളിതൊന്ന് ഫുള്ള് കട്ട് ചെയ്തെടുക്കുക. ചെറിയ ഇതുപോലത്തെ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഡിസൈൻ കണക്കായിട്ട് ഈ ഒരു പീസിൻ്റെ ആവശ്യം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു നോർമലി ഒരു സിമ്പിൾ ഇതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ആ റോൾ ചെയ്യാൻ എടുത്തിട്ടുണ്ടായ ആ ഒരു ഇതിൽ വെച്ചിട്ട് കംപ്ലീറ്റ് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയുള്ള ടൂളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നോർമൽ നമ്മൾ പെന്നിൻ്റെ റീഫില്ലർ കൊണ്ടായാലും ചെയ്താൽ മതി. ജസ്റ്റ് ഇതുപോലൊരു, അല്ലെങ്കിൽ പെന്നിൻ്റെ ആ ഒരു ബോഡി കൊണ്ട് ചെയ്താൽ മതി. ഇതുപോലെ ഫസ്റ്റിലത്തെ ലെയറിന് ഇതൊരു ഹോള് വേണം. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു അത്രയും ഗ്യാപ്പിൽ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ടൂൾ എടുത്തിട്ടുള്ളത്. പെന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പെൻസിലായാലും കുഴപ്പമില്ല, റോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്ത് ടൂളായാലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ചെറുതാവരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 by 1 ആയിട്ട് റെഡ് യെല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ കംപ്ലീറ്റ് ഓരോ പീസും ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ കളറ് തീരുന്നിടത്തു നിന്ന് വേണം അടുത്തത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ 1 by 1 ആയിട്ട് ഓരോന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അവിടെ എവിടെയാണോ നമ്മളത് ഫസ്റ്റ് റോൾ ചെയ്ത് വന്നത് തീരുന്നത്, അവിടെ നിന്ന് വേണം നമ്മളത് അടുത്തത് തുടങ്ങാൻ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പീസിൻ്റെ ആ ഒരു വീതി കൂടാലും കുറഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പം നോർമൽ ഒരു മീഡിയം സൈസ് വീതി എടുത്തിട്ടുണ്ട്. ആ ഒരു ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ഇപ്പോൾ ഈ ഒരു ഇലേൻ്റെയൊക്കെ ഷേപ്പിൽ ഞാനിപ്പോൾ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് എടുത്തിട്ട് ഒരു നോർമൽ കയ്യിൽ വെച്ച് തിരിച്ചാൽ കിട്ടുന്ന രീതിയിലൊരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. റൗണ്ട് ആയിട്ടുള്ളതല്ല, ഒരു ഓവൻ ഷേപ്പിൽ പോലത്തെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ യെല്ലോ കൊണ്ടും റെഡ് കൊണ്ടും ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഇങ്ങനത്തെ എത്ര എണ്ണം വേണം, നിങ്ങൾക്ക് മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലത്തെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ ഒരു ഷേപ്പിലെത്തത് 1-2 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കളറും സെയിം ആയതുകൊണ്ട് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പം കയ്യിൽ വെച്ച് ഇപ്പോൾ മനസ്സിലായല്ലോ ഡിസൈൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ കയ്യിലുള്ള ചാർട്ട് പേപ്പർ കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാം. എന്നാൽ അങ്ങനത്തെ പേപ്പറൊന്നും ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ കൊണ്ട് വരെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുത്താൽ മതി. ഇഷ്ടമുള്ള കളർ നമുക്കപ്പോൾ ചെയ്തെടുക്കാം. A4 ഷീറ്റ് ആണെങ്കിൽ A4 ഷീറ്റ് കൊണ്ട് ചെയ്തിട്ട് നമുക്ക് കളർ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇങ്ങനൊരു ഡിസൈനാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം അതേ ആ ഒരു ഷേപ്പിനണക്കായുള്ള യെല്ലോ റെഡ് എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ഷേപ്പിന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐഡിയ കണക്കായി നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയയിലാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് നല്ല അട്രാക്റ്റീവായിട്ടും നല്ല ഭംഗിയായിട്ടും കിട്ടിയിട്ടുണ്ട്. ഒരു റെയറായിട്ടുള്ളൊരു ഡിസൈനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ആ ഒരു ഷേപ്പിൽ, ഒരു പൂവിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നടുക്കൊരു ബ്ലാങ്ക് ആയിട്ട് വരുന്ന ഒരു പൂവിൻ്റെ ഷേപ്പ്. ഇവിടെ നിങ്ങളെ കയ്യിൽ ബ്ലാക്കും റെഡും ആണെങ്കിൽ ബ്ലാക്കും റെഡും യൂസ് ചെയ്തിട്ട് ചെയ്യാം. വൈറ്റും റെഡും, നോർമൽ A4 ഷീറ്റ് വൈറ്റും ബ്ലാക്കും ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. കയ്യിലുള്ള എന്ത് കോമ്പിനേഷൻ കളർ കൊണ്ട് ഇതുപോലെ ചെയ്തെടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇയർ റിങ്സും കൂടി ഉണ്ടാക്കുന്നുണ്ട്. നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഒരു സെറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ ഒരു പെൻഡൻറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതിന് ചരടിൽ കോക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കുളത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നോർമൽ ഒരു കോപ്പർ വയറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് അതെടുത്തിട്ട് ആ ഒരു ടൂൾ കൊണ്ട് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്കത് ഭയങ്കര സെക്യൂറായിട്ട് കിട്ടും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അതിലേക്കൂടെ ചരടിട്ട് കൊടുക്കാം.
പിന്നെ ഒരു കാര്യം, ചരടിന് നിങ്ങൾക്ക് ബീഡ്സൊക്കെ ആഡ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും, കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള 1-2 ബീഡ്സ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ആ ഒരു മുകളിൽ വരുന്ന ആ ഒരു ഫ്ലവർ ആക്കി എടുത്തിട്ടുണ്ടായ ആ ഒരു പേപ്പറില്ലേ, അതുപോലത്തെ ഉണ്ടാക്കിയെടുത്തിട്ട് ആ ഒരു ചരടിൽ കോർത്തെടുത്താലും മതി. അതും നല്ല അട്രാക്റ്റീവാണ്. ഞാൻ ജസ്റ്റ് ഒരു ഷൈനിങ് ഒക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ബീഡ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പേപ്പർ കൊണ്ട് ചെയ്തിട്ട് അതും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താലും നല്ല അട്രാക്റ്റീവ് തന്നെ ആയിരിക്കും. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ബീഡ്സ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ നല്ല അട്രാക്റ്റീവ് തന്നെ ആയിരിക്കും. കോമ്പിനേഷൻ കളർ എന്ത് പേപ്പർ ആണെങ്കിലും നിങ്ങൾക്കിവിടെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ യെല്ലോ റെഡ് എടുത്തുന്നേലും എൻ്റെ കയ്യിലുള്ള പേപ്പർ അതായതുകൊണ്ട് ഞാൻ എടുത്തുന്നേലും. നിങ്ങൾക്ക് വൈറ്റും ബ്ലാക്കും എടുക്കുക, ബ്ലാക്കും റെഡ് എടുക്കുക. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതെടുക്കുക. ഈവൻ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ കൊണ്ട് വരെ ഇങ്ങനത്തെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ ഇതുപോലെ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ബീഡ്സ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ബീഡ്സ് ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു പേപ്പറിൻ്റെ ആ ഒരു ഫ്ലവർ പോലെ ഉണ്ടാക്കി വെച്ച രീതിയിലുള്ള ആ ഒരു പേപ്പർ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് ബീഡ്സിന് പകരം അവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ പെൻഡൻ്റ് ആക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതേ പ്രൊസീജിയർ തന്നെയായിരുന്നു ഞാൻ ഇവിടെ ഇയറിങ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ജസ്റ്റ് 1 by 1 ആയിട്ട് ഓരോ കളർ വെച്ച് ആഡ് ചെയ്ത് റോൾ ചെയ്തിട്ട് ലാസ്റ്റ് ആ ഒരു ഷേപ്പിന് ബെൻഡ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടും. അപ്പോൾ നല്ല രീതിയിലുള്ള ഇതുപോലെയുള്ള ഷേപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവൻ ഷേപ്പ് വല്ല റെയിൻ ഡ്രോപ്സ് പോലത്തെ ഷേപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബീഡ്സ് ഞാൻ നടുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു മാലയൊക്കെ തന്നെയാണ് ഇത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ചെറിയ ഈ ഹൈസ്കൂളിന് താഴെയൊക്കെയുള്ള കുട്ടികളുണ്ടാവില്ല, മാച്ച് ഡ്രസ്സിന് ഇട്ടുന്ന ബോവും മാലയും കമ്മലൊക്കെ ഇടുന്ന കുട്ടികളുണ്ടാവില്ല, അവർക്കൊക്കെ മാച്ച് ആയിരിക്കും. കാരണം ഡ്രസ്സിന് കണക്കായിട്ട് നമുക്ക് പേപ്പർ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അധികം നമുക്ക് ചിലവില്ല, കുറച്ചൊന്ന് സമയം സ്പെൻഡ് ചെയ്താൽ തന്നെ നല്ലൊരു റിസൾട്ടാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല 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 വീഡിയോസൊക്കെ ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാണ്ട് പോകരുത്, അത് റിക്വസ്റ്റ് ആയിട്ട് തന്നെ എടുത്തോ. അപ്പോൾ നല്ല നല്ല ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ആയിട്ട് ഇനി ഞാൻ വരുന്നതാണ്. എൻ്റെ ക്രാഫ്റ്റും ആർട്ടും എല്ലാം, എൻ്റെ കുക്കിംഗ് വീഡിയോസൊക്കെ എല്ലാവരും ഇനിയും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും സീ യു, ടേക്ക് കെയർ. എല്ലാവരും സേഫായിരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. സീ യു.